ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഗോട്ട്, വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് സിനിമ, 68ാമത്തെ സിനിമയാണ്. ഇനി റിലീസാകാൻ 2 ദിവസമേ ഉള്ളൂ. ടിക്കറ്റ് എല്ലാം എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഫാൻ ഷോ 4 മണിക്കാണ്, ഞാൻ എടുത്തിരിക്കുന്നത് 7:30 ഷോയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്ത നാൾ തൊട്ട് ഈ ഒരു ടൈം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടത്ര പ്രമോഷൻ ഇല്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു ലോകേഷ് കനകരാജ് സിനിമയല്ല, അനിരുദ്ധല്ല മ്യൂസിക്, അതൊക്കെ ഓക്കെ. പക്ഷേ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നൊരു ഫീല്. കുറേ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സ്റ്റോറി ഇടുന്നുണ്ട് എന്നുള്ളതിലുപരി ലിയോ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ദിവസം വരെ, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞും ആ ഒരു സിനിമയ്ക്കുണ്ടായ പുഷ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അതിപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഓഡിയോ ലോഞ്ച് ഇല്ലായിരുന്നു എങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ടൊരു സക്സസ് സെലിബ്രേഷനൊക്കെ അവർ വെച്ചു. പക്ഷേ ആ ഒരു സിനിമയ്ക്ക് ഓരോ ദിവസവും കൗണ്ട്, ഇപ്പോൾ ഈവനൊരു ട്രെയിലറോ പാട്ടോ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന് കൗണ്ട് ഡൗൺ വെക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സിനിമയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷനോടുകൂടിയല്ല, ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ 0 എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാം ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയം മുതലേ. പിന്നെ കുറേ അധികം ഫാൻ തിയറികളൊക്കെ ഞാൻ കണ്ടതിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ ഫാൻ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൻ റെനോൾസിൻ്റെ ആഡം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതും കുറച്ച് ടൈം ട്രാവൽ പരിപാടികളൊക്കെയാണ്. ആ ഒരു സിനിമയുടെ കഥയുമായിട്ട് ഇതിന് എന്തോ ബന്ധമുണ്ട് എന്നുള്ള കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോലെ ആയിരിക്കും സ്റ്റോറി ലൈൻ എന്നുള്ളൊരു സാധനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തന്നെയാണ് വെങ്കട് പ്രഭു ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ട്രെയിലർ കണ്ട് ഈ ഒരു സിനിമ എന്താണെന്ന് ആരും മനസ്സിലാക്കരുത് എന്ന് പുള്ളിക്ക് ഭയങ്കര ഇതുണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയത്, അല്ലെങ്കിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ആ ഒരു വിജയുടെ ചെറുപ്പം കാണിക്കുന്ന VFX ചെയ്തിട്ടുള്ള CGI ചെയ്തിട്ടുള്ള സാധനമാണ്. അതും വേണമെങ്കിൽ വേറെ ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അത് ഒട്ടും അങ്ങോട്ടും നമ്മളൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിജയുടെ ഒരു ഫേസ് അല്ല അതിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടാണ് പുള്ളിക്കാരനത് ഓക്കെ വിൽ സ്മിത്തിനെ അവരാണ് ഡൗണേജ് ചെയ്യുന്നത്, VFX വെച്ചത് കണ്ടിട്ടാണ് പുള്ളി ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മൊത്തത്തിൽ എനിക്ക് ആ ഒരു ലുക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിലും ചെറുപ്പം കാണിക്കുന്ന ഒരു സാധനം കൊള്ളാം. പക്ഷേ ഈ ഒരു നടുക്കായിട്ട് കാണിക്കുന്ന ഒരു ലുക്ക്, ആ താടിയുള്ള ലുക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രായമായ ഭയങ്കര ലുക്കൊക്കെയാണ്, ഭയങ്കര തെറ്റാണ്. ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ ഈ ഒരു സാധനം മാത്രമേ എനിക്ക് സിനിമയെ അങ്ങോട്ട് ഡൗൺ ചെയ്യുന്ന പോലെ. പിന്നെ യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. പാട്ടുകളൊന്നും നമ്മുടെ അനിരുദ്ധ് ചെയ്യുന്ന പോലത്തും ഫയർ ആയിട്ടില്ല, അല്ലെങ്കിൽ ട്രെൻഡിങ്ങിൽ വന്നിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം വിജയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോഴും ഒരു പാട്ടെങ്കിലും വേൾഡ് വൈഡ് ട്രെൻഡിങ്ങിൽ പോകുന്നതാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരു പാട്ട് തന്നെ വേൾഡ് വൈഡ് ട്രെൻഡിങ് ഒന്നും പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിപ്പോയതല്ലാതെ ആ ഒരു ട്രെൻഡിങ്ങിലായിട്ട് പോയിട്ടില്ല. പിന്നെ സിനിമ റിലീസാകുന്നു. ഇപ്പം ഞാൻ ലിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലിയോ റിലീസാകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ 2 ആഴ്ച മുന്നേ എന്താണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം ഈ 4 മണിയുടെ ഷോയ്ക്കൊന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു. 4 മണിയുടെ 7:30 ഫ്രണ്ടിനാണ് ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടിക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പ്രീ സെയിൽ ഒരു 31 കോടി കിട്ടി. പക്ഷേ വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് സിനിമയാണ്, ഇതിന് ആവശ്യത്തിൽ അത്ര പ്രമോഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളൊരു ഭയങ്കര ചോദ്യചിഹ്നമാണ്. ഇനി ഈ ഒരു സിനിമയുടെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. കാരണം ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ട് ഇറക്കുന്ന സിനിമ, വെങ്കട് പ്രഭുവിനെ പോലുള്ള ഡയറക്ടർ, മങ്കാത്തയൊക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. പുള്ളി ഇങ്ങനെ വിജയുടെ 3 ഗെറ്റപ്പിലൊക്കെ എടുക്കുന്നു. അപ്പം ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഈ സിനിമ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അതിപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളതും അതങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഡേ, അതായത് ആരും അഭിപ്രായം പറയാതെ നമ്മൾ ആരുടെയും ഒപ്പീനിയൻ കേൾക്കാതെ നമ്മൾ സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വേറെയാണ്. പ്രത്യേകിച്ച് വിജയ് സിനിമകൾ. വിജയ് വെറുതെ വന്ന് ഫ്രെയിമിൽ നിന്നാലേ അതൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, സ്ക്രീൻ പ്രസൻസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സിനിമ ഇനി ഏത് ലെവലിലേക്ക് പോകും, എന്താണ് സ്റ്റോറി എന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റി. കാരണം സാധാരണ ഒരു ട്രെയിലർ കാണുന്നില്ല, ഇവിടെയൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ്, പ്രത്യേകിച്ച് ലോക സിനിമയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ട്രെയിലർ കണ്ട സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടോ, അതായത് ഒട്ടും അങ്ങോട്ട് നമുക്ക്
ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. ഇനി ടൈം ട്രാവലാണോ, ടൈം ലൈൻ ആണോ, ഡൈമെൻഷൻസ് ആണോ, അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഭയങ്കര രസകരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ എന്തായാലും സിനിമ കാണാനായിട്ട്. അപ്പം എന്താണെന്നറിയില്ല, ഇതിന് വേണ്ടത്ര പ്രൊമോഷൻ ഇല്ല എന്നാണ് എനിക്ക് അഭിപ്രായം. ഇനി 2 ദിവസമേ ഉള്ളൂ, 5-ാം തീയതിയാണ് സിനിമ റിലീസാകുന്നത്. എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുമെന്നറിയാം. കാരണം വിജയ് സിനിമകൾ അങ്ങനെയാണ്, ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര, അതിപ്പോൾ നല്ലതായാലും മോശമായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ അതൊരു തൂക്കിയടി തന്നെയായിരിക്കും. ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ തന്നെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ബാക്കി സിനിമ കണ്ടിട്ട് പറയാം. ഇപ്പം സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്താണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.